ഇവർ മക്കയിലേക്ക് വന്നപ്പോൾ അറേബ്യ മുഴുക്കെ ഈ ഒരു വാർത്ത പരന്നു എന്നാണ്. അതായത് ഇവർ യസീദിന് ബൈഅത്ത് ചെയ്യാതെ മക്കയിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറേബ്യ മുഴുവൻ ഈ ഒരു വാർത്ത പരക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെ പിന്തുണക്കാതെ മക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത ഇറാഖികൾ അറിഞ്ഞോട് കൂടിയിട്ട് ഇറാഖികൾ കൂഫക്കാര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിക്കാൻ തുടങ്ങി. കാരണം കൂഫ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന സ്ഥലമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നത് കൂഫയിലാണ്. അവർ പറഞ്ഞു, ഇത് നിന്റെ സ്ഥലമാണ്, ഇത് നിന്റെ പിതാവിന്റെ സ്ഥലമാണ്, ഞങ്ങളൊക്കെ നിന്റെ പിതാവിന്റെ ആളുകളാണ്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിച്ചുകൊണ്ട് ഒരുപാട് ദൂതന്മാരും ഒരുപാട് കത്തുകളും വരാൻ തുടങ്ങി. ഉമവിയ്യക്കാർ പിടിച്ചടക്കുന്നത് വരെ ഇത് നിന്റെ സ്ഥലമായിരുന്നു, ഇത് നിന്റെ പിതാവിന്റെ സ്ഥലമായിരുന്നു, അതുകൊണ്ട് യാ ഹുസൈൻ നീ തിരിച്ചു വാ എന്നും പറഞ്ഞ് കൂഫക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉമവിയ്യാക്കൾക്കെതിരെ പൊരുതണം, ആഞ്ഞടിക്കണം, അതിന് നീ ഞങ്ങളുടെ ഇമാമായിട്ട് ഇവിടെ ഉണ്ടാകണം എന്നും പറഞ്ഞ് അവർ കത്തുകൾ അയക്കുന്നു, ദൂതന്മാരെ അയക്കുന്നു. ഇവിടെ ഒരു വലിയ സൈന്യം തന്നെ നിനക്കായി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിളിക്കുന്നത്.